അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വയസ്സിൽ വരാൻ കാരണം അർദ്ധവാർഷിക സംസ്ഥയുടെ അർദ്ധവാർഷിക പരീക്ഷ നടക്കുകയാണ്. ഒന്നാം ക്ലാസ്സിലേക്ക് ദീനിയാത്ത്, അഖലാഖ് എന്നീ വിഷയങ്ങൾ ഉൾക്കൊണ്ടുള്ള ഒരു പരീക്ഷാ വിഷയമുണ്ട്. പല രക്ഷിതാക്കൾക്കും പഠിതാക്കൾക്കും അതിന് സംശയമുണ്ട്. അത് ഏതാണ് പുസ്തകം, അത് പഠിപ്പിക്കുന്നുണ്ടോ, ആ പുസ്തകമുണ്ടോ, അത് എഴുതുന്നതാണോ, അത് ചോദ്യമാണോ, അതിലേതെല്ലാം വരും, എങ്ങനെയാണ് വരിക എന്നൊക്കെ പല സംശയങ്ങളും വരാറുണ്ട്. ഏതായാലും അർദ്ധവാർഷിക പരീക്ഷയിൽ വരുന്ന വിഷയത്തിൽ ദീനിയാത്ത് എന്ന് പറഞ്ഞ ഒരു ചോദ്യപേപ്പർ വരും. ആ ചോദ്യപേപ്പറിലുള്ള ചോദ്യങ്ങളാണ് കുട്ടികളോട് ഉസ്താദുമാർ ചോദിക്കുന്നത്. അത് പുസ്തകമൊന്നുമില്ല, അത് എഴുത്തുമല്ല, വാക്കാൽ ചോദിക്കുന്നു, വാക്കാൽ ഉത്തരം പറയുന്ന വിഷയമാണ്. അപ്പോൾ നമ്മളെ സിലബസിൽ പ്രകാരം പഠിപ്പിക്കുന്ന പ്രകാരം നമ്മുടെ നബിയെക്കുറിച്ചും അള്ളാഹുവിനെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും ഉപ്പയെക്കുറിച്ചും ഉസ്താദുമാരെക്കുറിച്ചും ഒക്കെ ഒരു ചോദ്യങ്ങളാണ് വരിക. ആദ്യമായി നബിയുടെ ചോദ്യം വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ടാണ് ഈ വോയിസിലൂടെ വരാൻ കാരണം, സംശയം തീർക്കാൻ കാരണം. എന്താണ് ചോദ്യം? നബിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നബിയുടെ പേരെന്താണെന്ന് ചോദിക്കും. അബു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ മാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ. നബിയുടെ പിതാവ് അബ്ദുള്ള. നബി ജനിച്ച സ്ഥലം മക്ക. നബി വഫാത്തായത് മദീനയിൽ. നബിയുടെ ഗോത്രം ഖുറൈശ്. നബിയുടെ വംശം ഹാഷിം. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണെന്ന് വെച്ചാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബുവത്ത് ലഭിച്ചു എത്രാമത്തെ വയസ്സിൽ എന്ന് ചോദിച്ചാൽ 40-ാം വയസ്സിൽ. നബി വഫാത്തായത് 63-ാം വയസ്സിൽ. നബിയുടെ പേര് കേൾക്കുമ്പോൾ എന്ത് പറയണമെന്ന് ചോദിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പറയേണ്ടത്. ഇതാണ് നബിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരിക. അതിനെപ്പറ്റി ഒരു പാട്ടും കുട്ടികൾക്ക് വേണമെങ്കിൽ പാടിക്കൊടുക്കാം. നേര് പകർന്നൊരു നബിയാണ്, പേര് മുഹമ്മദ് എന്നാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ കൂടെ പറയണം. മക്കയിലാണേ തിരുജന്മം, മരണം പുണ്യമദീനയിലും. പ്രായം 63 ആണ് വഫാത്തെന്നറിയണം. ആമിന എന്നവരാണുമ്മ, അബ്ദുള്ള അവരുപ്പയുമ. നബിയോടുള്ള മഹബത്താണ് വിജയത്തിൻ വഴി ഓർക്കേണം. അതാണ് നബിയെക്കുറിച്ചുള്ള പഠനം. ഈ ചോദ്യങ്ങളാണ് വരിക. ഇനി അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചൊരു പാട്ടും പാടാം. അള്ളാ അള്ളാഹു അള്ളാ അള്ളാ അള്ളാഹു അള്ളാ അള്ളാ അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മെ സൃഷ്ടിച്ചതാരാ? അള്ളാഹ്. ആരാധനയ്ക്ക് അർഹനാരാ? അള്ളാഹ്. എല്ലാം പടച്ചവനാരാ? അള്ളാഹ്. എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നവനോ? അള്ളാഹ്. നമ്മെ ജീവിപ്പിക്കുന്നവനോ? അള്ളാഹ്. മരിപ്പിക്കുന്നവനോ? അള്ളാഹ്. എല്ലാം കേൾക്കുന്നവനോ? അള്ളാഹ്. കാണുന്നവനോ? അള്ളാഹ്. അറിയുന്നവനോ? അള്ളാഹ്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നാം ചൊല്ലണമെന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാം എന്ന് ചൊല്ലണം അൽഹംദുലില്ലാ. നാം ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴെല്ലാം പറയണമെന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള വാക്കേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാം സലാം പറയണം എങ്ങനെ? അസ്സലാമു അലൈക്കും. നാം സലാം അടയ്ക്കേണ്ടത് വഅലൈക്കുമുസ്സലാം. ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും ദീനിയാത്ത്, അഖ്ലാഖ് പോലത്തെ വിഷയങ്ങളിലൊക്കെ വരിക. അത് കുട്ടികൾക്ക് ചൊല്ലി പഠിക്കുക. അള്ളാഹുവിനെ കുറിച്ചൊരു പാട്ടും പറയും, നല്ലതാണ്. മണ്ണും വിണ്ണും മഴയും വെയിലും ഒക്കെ പടച്ചവനാരാണ്. കണ്ണിൽ കാണും ഭംഗികളെല്ലാം ഇവിടെ വരച്ചവനാരാണ്. തണ്ണീർത്തടവും കാടും മേടും പരിപാലിച്ചവനാരാണ്. എണ്ണിത്തീരാ ജീവകണങ്ങൾ സംരക്ഷിച്ചവനാരാണ്. അള്ളാഹു അവനേകൻ മാത്രം, അല്ലാതില്ലൊരു സൃഷ്ടാവ്. അവനാണല്ലോ ഇരുലോകത്തിൻ അധിപൻ സർവനിയന്താവ്. അതാണ് അള്ളാഹിനെ കുറിച്ചുള്ള പഠനം. അതുപോലെ തന്നെ ഉമ്മയെക്കുറിച്ചും പഠനം വരും, ചോദ്യം വരും. 10 മാസത്തോളം നമ്മെ ഗർഭം ധരിച്ച് പ്രസവിച്ചതോ ഉമ്മ. കഷ്ടപ്പെട്ട് വളർത്തിയതോ ഉമ്മ. കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് തരുന്നതോ ഉമ്മ. വേദനിച്ച് പ്രസവിച്ചതോ ഉമ്മ. സ്വർഗം മാതാപിതാക്കളുടെ പാദങ്ങൾക്ക് കീഴിലാണ്. എത്ര വലുതായാലും നമുക്ക് എല്ലാത്തിനും ഉമ്മ തന്നെ വേണം. ഉമ്മയെ നന്നായി സ്നേഹിക്കണം, വളരെയേറെ ബഹുമാനിക്കണം, ഉമ്മ പറയുന്നതെല്ലാം അനുസരിക്കണം.
അപ്പോൾ ഉമ്മയെക്കുറിച്ചും ഒരു പാട്ട് പാടിക്കൊടുക്കാം. ഉമ്മ ഉമ്മ പൊന്നുമ്മ, ജന്മം നൽകിയ പൊന്നുമ്മ, പോറ്റി വളർത്തും ഊട്ടി ഉറക്കും വസ്ത്രമലക്കും പൊന്നുമ്മ. ഉമ്മയെ നാം സ്നേഹിക്കണം, നന്മകളവരിൽ ചൊരിയണം, അവരുടെ കാലിനടിയിൽ നമ്മുടെ സ്വർഗം ഉണ്ടെന്നോർക്കണം. ഉപ്പയെക്കുറിച്ചും പഠനം വരും. നമുക്ക് രോഗം വന്നാൽ മരുന്ന് വാങ്ങിത്തരുന്നതോ അത് പിതാവ്. നമുക്ക് വസ്ത്രം വാങ്ങിത്തരുന്നതോ അതും പിതാവ് തന്നെ. നമുക്ക് പഠനോപകരണങ്ങൾ വാങ്ങിത്തരുന്നതോ അതും പിതാവ് തന്നെ. വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഇതിനെല്ലാമുള്ള പണം പതിവിനെ പിതാവ് കണ്ടെത്തുന്നത്. അതാണ് ഉപ്പയെക്കുറിച്ചും പഠനം ഉണ്ടാവും. ഉപ്പ പൊന്നുപ്പ തുണയേകെന്നും പൊന്നുപ്പ, തുണയാണെന്നും പൊന്നുപ്പ, രാവും പകലും കഷ്ടപ്പെട്ട് ഭാരം പേറും പൊന്നുപ്പ. ഉപ്പയിലിഷ്ടം ചൊരിയണം, ഉത്തമരാകാൻ അത് വേണം, അവരുടെ തൃപ്തിയിലെന്നും റബ്ബിൽ തൃപ്തിയുമുണ്ടെന്നറിയണം. അതുപോലെ ഉസ്താദുമാരെ കുറിച്ചും പഠനമുണ്ടാവും. അതേതാണ്? നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നതാരാ? ഉസ്താദ്. നമുക്ക് ഇസ്ലാം ദീനി പഠിപ്പിച്ചു തരുന്നതാരാ? ഉസ്താദ്. അറിവ് പഠിപ്പിച്ചു തരുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട്. ഉസ്താദുമാരെ നാം ബഹുമാനിക്കണം, അവരുടെ വാക്കുകൾ അനുസരിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അധ്യാപകൻ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരെ ബഹുമാനിക്കണം. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ വഴികാട്ടികളാണ് മതം പഠിപ്പിക്കുന്നവർ. ഉസ്താദുമാരെ വെറുപ്പിക്കരുത്, നല്ലവരിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കണം എന്നൊക്കെ ഉപദേശം ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. മറ്റേ ഒരു പാട്ട് പാടുക. അറിവിൻ വെട്ടം നമ്മിൽ പകരും അതബിൻ കോർക്കും ഉസ്താദ്, സന്മാർഗത്തിൽ നമ്മെ നഴിക്കും സൽഗുണമേകും ഉസ്താദ്. എന്നും ജീവിത വഴിയിൽ നമ്മൾ അവരെ ബഹുമാനിക്കണം, എല്ലാ കാലവും അവരെ നമ്മൾ ആദരമാൽ ഓർമ്മിക്കണം. ഇതാണ് ദീനിയാത്തും അഖ്ലാഖുമുള്ള ചോദ്യങ്ങളുടെ പഠന രീതി. മനസ്സിലായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ, ആലിമീങ്ങളാക്കട്ടെ, അച്ചടക്കമുള്ള മക്കളാക്കട്ടെ, അനുസരണമുള്ള മക്കളാക്കട്ടെ, പഠന കാര്യത്തിൽ നല്ല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.